ഞാൻ റിസൈൻ വെച്ച ടൈമിൽ എൻ്റെ മനസ്സിലൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരുന്നു ഇനി ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഞാൻ കുറച്ച് നാൾ നാട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും പണിക്ക് വരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിൻ ഹോസ്പിറ്റലിലേക്ക് എനിക്കൊരു ഇന്റർവ്യൂ കോൾ വരുന്നത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിക്ക്. ഞങ്ങളുടെ ബാച്ച്മേറ്റ് ഡിൽജിയാണ് ആദിനെ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നത്. ആദ്യമാണ് എന്നെ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് എൻ്റെ അടുത്ത് കൂടി ഇവിടുത്തെ ഇന്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുന്നു പറഞ്ഞു. സോ ഞങ്ങൾ രണ്ടാൾക്കാർക്ക് ഒരുമിച്ച് തന്നെ ഇവിടെ കിട്ടിയിട്ടോ. സോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ദർശിനിന്റെ സെൻഡ് ഓഫ് ആയിരുന്നു. സോ ഞങ്ങൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാൻ പ്ലാൻ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ ആളതേ ഇതാട്ടോ, ദർശിനി. സോ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂക്ക് വരുമ്പം അവളെ ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും. എനിക്കും ആദ്യക്ക് ഒരുമിച്ച് ജോലി കിട്ടിയപ്പോൾ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് തന്നെ കിട്ടുന്നത്? ആരും കണ്ണു വെക്കരുത് കേട്ടോ. ഇതാണ് ജാഫറിക്ക. വീഡിയോ എടുക്കുന്നത് മനസ്സിലായതുകൊണ്ട് പൂക്കി എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിരിക്കാനാണ്. ഈ ഒരു ഔട്ടിങ്ങിലൂടെ ഞങ്ങൾ കുറെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അല്ല, ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറെ ഫുഡൊക്കെ ഓർഡർ ആക്കി കഴിച്ചു. പിന്നെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ബാംഗ്ലൂർ ഇത്രയും കൊല്ലം നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ഉള്ളത്? അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ച് നാള് വീട്ടിൽ പോയി നിൽക്കണം. എനിക്ക് നോർമലി ഒരു വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോക്കുണ്ട്. അതും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ടുള്ള ഒരു ചായ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും 6 മണി കഴിയുമ്പോഴത്തേക്ക് എന്റെ കൈ ധരിക്കാണ് ചായ കുടിക്കാൻ പോയി. അപ്പൊ മമ്മി എനിക്കൊരു ചായ ഒക്കെ ഉണ്ടാക്കി തന്ന മുറ്റത്തൊരു ടേബിൾ ഇട്ട് തന്നിട്ട് അവിടെ ഇരുന്ന് കുടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര